കൊല്ലത്ത് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച മിഥുന് യാത്രാമൊഴിയേകുകയാണ് കേരളം. ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെയാണ് മൃതദേഹമുള്ളത്. അവിടെ നിന്ന് കോവൂർ കുഞ്ഞുമോനടക്കം ബന്ധുക്കളടക്കം ഇപ്പോൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങി സ്കൂളിലേക്ക് കൊണ്ടുപോകും. 11 മണിയോടെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനം നടക്കണം. അപ്പോഴേക്ക് മൃതദേഹം സ്കൂളിലേക്ക് എത്തും. സ്കൂളുകളിലും എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹപാഠിയെ, സുഹൃത്തിനെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ കാണാൻ അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെൻറ്റ് പ്രതിനിധികളുമൊക്കെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം മിഥുൻ്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതേസമയം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു 10 മിനിറ്റ് മുമ്പാണ് മിഥുൻ്റെ അമ്മ സുജ വിമാനം ഇറങ്ങിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 4.5 മണിക്കൂർ യാത്ര തേവലക്കരയിലേക്ക്. ഏറെക്കുറെ ഒരു മണി 1:30 മണിയോടുകൂടി സുജ വീട്ടിലെത്തും. അപ്പോഴേക്കും മിഥുൻ്റെ ചേതനേറ്റ ശരീരവും ആ വീട്ടിലേക്കെത്തും. വൈകുന്നേരം സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ. ഷൈജു ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഷൈജു, കൃത്യം 10 മണിക്ക് തന്നെയാവുമോ ബോഡി കൈമാറുക? അതിനു മുമ്പ് ഉണ്ടാവുമോ? എങ്ങനെയാണ് കാര്യങ്ങൾ? സൈഫുദ്ദീൻ, ഏതാണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ 9:45 കാരണം ആ സമയം ക്രമീകരിച്ച് മൃതദേഹം ഈ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്. കാരണം ആംബുലൻസ് ഇപ്പോഴും മോർച്ചറിയുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. ആശുപത്രി കോമ്പൗണ്ടിൽ ആംബുലൻസ് സജ്ജീകരിച്ചിട്ടുണ്ട്. കോവൂർ കുഞ്ഞുമോൻ MLA, അടുത്ത ബന്ധുക്കൾ, ഈ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനു വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. മോർച്ചറിക്ക് അകത്ത് പോലും ഇപ്പോൾ ഈ ഫ്രീസർ ഇരിക്കുന്ന ആ സ്ഥലത്ത് പോലും പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. അത്രത്തോളം പോലീസ് ഇക്കാര്യത്തിൽ വളരെ പൂർണ്ണമായും സഹകരിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കോവൂർ കുഞ്ഞുമോൻ MLA അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് എത്തിയത്. അദ്ദേഹം ഫോണിൽ ഈ മൃതദേഹം ഇറക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. 10 മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്ന മൃതദേഹം ഒരു വിലാപയാത്രയ്ക്ക് സമാനതയുണ്ടാകും. കാരണം അത്രത്തോളം കണ്ണീരണിഞ്ഞ ഒരു അവിടെയാണ് മിഥുൻ്റെ അന്ത്യയാത്ര നടക്കുന്നത്. ശാസ്താംകോട്ടയിൽ നിന്നും തേവലക്കരയിലേക്ക് അതുകൊണ്ട് തന്നെ എത്തുന്നതിനൊരു ചെറിയ താമസമെടുക്കും എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. കാരണം തേവലക്കരയും ശാസ്താംകോട്ടയും തമ്മിൽ അധിക ദൂരമില്ല എങ്കിൽ പോലും ഈ മിഥുൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും നിരവധി ആളുകൾ അതിനെ അനുഗമിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങളുണ്ടാകും. മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് മിഥുൻ്റെ മൃതദേഹത്തെ അനുഗമിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു താമസമുണ്ടാകും. ഏതാണ്ട് 10:15-11 മണിയോടുകൂടി പൊതുദർശനം സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടികൾക്കും അധ്യാപകർക്കും അതോടൊപ്പം തന്നെ മിഥുൻ്റെ ഏറ്റവും അടുത്ത സഹപാഠികൾ, കൂട്ടുകാർ, പ്രദേശവാസികൾ ഇവർക്കൊക്കെ കാണാൻ പരമാവധി സമയം അവിടെ അനുവദിക്കുന്നുണ്ട്. കാരണം അതേ സമയത്ത് തന്നെ അമ്മ വീട്ടിലേക്ക് എപ്പോഴെത്തും എന്നതനുസരിച്ചായിരിക്കും സ്കൂളിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് എടുക്കുക. ഏതാണ്ട് 12 മണി വരെ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കുറച്ച് സമയം അധികം എടുക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മ വീട്ടിലോട്ട് എത്തുന്ന മുറയ്ക്ക് സ്കൂളിൽ നിന്നും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ വലിയൊരു സൗകര്യമുള്ള വീടോ പരിസരമോ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ വേണ്ട ക്രമീകരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ അത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് തന്നെ പല കാര്യങ്ങളും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 5 മണിയോടുകൂടി സംസ്കാരം നടത്താനാണ്, കർമ്മങ്ങൾ പൂർത്തിയാക്കി സംസ്കാരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഉള്ള ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും സർക്കാരിൻ്റെയും അതിൻ്റെ സംവിധാനങ്ങളും കൃത്യമായി ഇടപെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്പസമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുന്ന നേരത്തെ സൈഫ് ചോദിച്ചതുപോലെ 10 മണിയോടുകൂടി മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ ശാന്തി തീരം എന്ന ഈ മോർച്ചറിയിൽ നിന്നാണ് മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുക. അവിടെ നിന്നും ഒരു വിലാപയാത്രയ്ക്ക് സമാനത ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം ആളുകൾ ഈ മൃതദേഹത്തെ അനുഗമിക്കും. ഇപ്പോൾ തന്നെ ഈ മോർച്ചറിയുടെ മുന്നിൽ വലിയൊരാൾ
ഘട്ടം ഉണ്ട്. ഇവരെല്ലാം തന്നെ മിഥുനെ അനുഗമിച്ച് സ്കൂളിലേക്ക് എത്തും എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങളുണ്ടാകും, മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ആ ഒരു താമസം സ്കൂളിലേക്ക് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തുന്നതിന് ഉണ്ടാകും. അവിടെ എത്തിയാൽ പൊതുദർശനം വേഗത്തിൽ ആരംഭിക്കാനാണ്. 11 മണിയോടുകൂടി പരമാവധി പൊതുദർശനം ആരംഭിക്കുകയും പരമാവധി സമയം സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരും എന്തായാലും 10 മണിയോടുകൂടി മൃതദേഹം കൈമാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ 10 മിനിറ്റ് കൂടിയുണ്ട്. ഒരു വിലാപയാത്രയായിട്ടായിരിക്കും ഈ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുപോകും.